നമ്മൾ നിലമ്പൂരിലേക്ക് പോവുകയാണ്. നിലമ്പൂരിലെ മിന്നും ജയത്തിന് പിന്നാലെ പാണക്കാടെത്തി ലീഗ് നേതാക്കളെ കണ്ട് ആര്യാടൻ ഷൗക്കത്ത്. പഴയ നീരസം പരമ്പരാഗത ലീഗ് വോട്ടിൽ പ്രതിഫലിക്കുമെന്ന പ്രചാരണങ്ങളെല്ലാം അപ്രസക്തമാക്കുന്നതായിരുന്നു ലീഗ് കേന്ദ്രങ്ങളിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയ പിന്തുണ. കൂട്ടായ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു. ലീഗിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തിയാണ് ഷൗക്കത്ത് സംസാരിച്ചത്. നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി, ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ, തെരഞ്ഞെടുപ്പിന് സജ്ജരാക്കാൻ. അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി. ചെറിയൊരു ലൂപ്പോൾ പോലും ഉണ്ടാകാൻ പാടില്ല, എല്ലാ ഓട്ടയടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത്. അതിന് UDF അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് വാസ്തവത്തിൽ എനിക്കറിയില്ല. നിലമ്പൂരിലെ UDF വിജയം വർഗീയവാദികളുടെ വോട്ട് കൊണ്ടെന്ന CPM വിമർശനത്തെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. സ്വരാജിന്റെ ഇടത് കൈ PDPയുടെ തോളിലും വലത് കൈ ആസാമിയുടെ തോളിലും ആയിരുന്നെന്ന് VD സതീശൻ. UDFന് വോട്ട് ചെയ്തവരെ അപമാനിക്കരുതെന്നും സതീശൻ പറഞ്ഞു. ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് വർഗീയവാദികളും തീവ്രവാദികളുമാണ്. നിങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. പണ്ട് വിജയരാഘവൻ പറഞ്ഞു 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക്. അപ്പോഴും പറഞ്ഞു വർഗീയവാദികളും തീവ്രവാദികളുമാണ് പ്രിയങ്ക ഗാന്ധി ജയിപ്പിച്ചതെന്ന്. പക്ഷെ ഷൗക്കത്തിനെ ജയിപ്പിച്ചതും വർഗീയവാദികളും തീവ്രവാദികളാണ്. അങ്ങനെയാണെങ്കിൽ കേരളം വലിയ അപകടകരമായ സ്ഥലമുള്ള 10,000 വർഗീയവാദികളും തീവ്രവാദികളുമുള്ള ഒരു കുഴപ്പം പിടിച്ച സ്ഥലമായി കേരളം മാറുമല്ല. പക്ഷെ അദ്ദേഹം ഓർക്കേണ്ട ഒറ്റ കാര്യം, ഇടത്തെ കൈ PDPയുടെ തോളിലും വലത്തെ കൈ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ആസാമിയുടെ തോളിലുമായിരുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം വിജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പ് വിധി ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരുകാർ എഴുതിയൊരു വിധിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് ഇത്. പൂർണ്ണമായും ഇതിൻ്റെ മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരുകാർ നൽകിയ ഒരു സമർപ്പണമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരുടെയും സഹായം ഇതിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, മറ്റു സംഘടനകളുണ്ട്, എല്ലാവരുടെയും വിജയം. അത് പിന്നെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം എല്ലാവരുടെയും സഹായം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതേസമയം UDFന് ഗുണം ചെയ്തത് ഇടതുപക്ഷത്തിന്റെ RSS ബന്ധമെന്ന് MK മുനീർ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ കരുത്തു തെളിയിച്ച PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. UDFിലേക്ക് ചേക്കേറാനുള്ള പദ്ധതികൾ സജീവമാക്കാനുള്ള നീക്കത്തിലാണ് അൻവർ. എന്നാൽ ഈ വിഷയത്തിൽ നോ കമന്റ്സ് എന്ന VD സതീശൻ പ്രതികരിച്ചപ്പോൾ നിലപാടെടുക്കേണ്ടത് നേതൃത്വമെന്ന് ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കി. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ഒരു ദിനം പിന്നിടുമ്പോഴും അവിടുത്തെ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോഴും സജീവമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞു വെച്ചതുപോലെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി, അതിനു മുമ്പായി തന്നെ ഈ ഇടതുപക്ഷത്തിന് RSS ബന്ധമെന്ന MK മുനീറിന്റെ പരാമർശം, അതിനു മുമ്പ് ആര്യാടൻ ഷൗക്കത്തിന്റെയും ഇന്ന് തങ്ങളെ കൂടിക്കാഴ്ച നടത്തിയതിനുമൊക്കെ കാര്യങ്ങൾ ഇന്ന് ഉച്ചവരെയുള്ള കാര്യങ്ങളായി സംഭവിച്ചിരിക്കുകയാണ്. ഈ നേതാക്കളുടെ പരാമർശങ്ങളെയൊക്കെ എത്തരത്തിൽ നോക്കിക്കാണാം? നിലമ്പൂരിലെ ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് അവസാനിച്ച് വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷം പിറ്റേ ദിവസമാണ് ഇന്ന് വലിയ രാഷ്ട്രീയ ചർച്ചകൾ തന്നെ അതിന് മുകളിൽ നടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവറിന്റെ UDF പ്രവേശനം തന്നെയാണ്. അതിൽ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഓരോ നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നു. ഇന്നലെ KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഈ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യഘട്ടത്തിൽ വന്ന പ്രതികരണം അദ്ദേഹം പിന്നീട് തിരുത്തുന്നുണ്ടായിരുന്നു. അതായത് അൻവറിന് ഇനിയും സാധ്യതകളുണ്ടല്ലോ, പൂട്ടിയ വാതിലുകൾ താക്കോൽ ഉപയോഗിച്ച് തുറക്കാമല്ലോ എന്ന് അദ്ദേഹം പറയുകയും പിന്നീട് അത് തിരുത്തുകയും ചെയ്തു. സമാന രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് മറ്റ് നേതാക്കളുടെയും പ്രതികരണം വന്നത്. VD സതീശൻ ആദ്യഘട്ടം മുതൽക്കേ തൊട്ട് തന്നെ നോ കമന്റ്സ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രതികരണമില്ല എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് മുൻപോട്ട് പോകുന്നത്. എന്നാൽ മറ്റ് നേതാക്കൾക്കിടയിൽ അത് ഇനി നേതൃത്വം ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്ന് നമ്മൾ രാവിലെ ആര്യാടൻ ഷൗക്കത്തിനെ നേരിൽ കാണുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം നൽകിയ പ്രതികരണം ആ നിലയ്ക്ക് തന്നെയായിരുന്നു. അത് നേതൃത്വമാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. അതായത് ഇനി മുമ്പോട്ടുള്ള ഇനി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും അതിൽ നിലമ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ അൻവറിന്റെ സാന്നിധ്യം UDFന് ഗുണകരമാകുമെന്നൊരു വിലയിരുത്തൽ UDFിലുണ്ട്. പക്ഷേ അദ്ദേഹത്തെ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ്. അതായത് ഒരു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു അകൽച്ച ഇപ്പോൾ അൻവറും UDFും തമ്മിൽ ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതോടുകൂടി അൻവറിന്റെ കാര്യത്തിൽ അൻവറിനെ ഈ മുന്നണിയിലേക്ക് എടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാകും. അൻവറിന്റെ നിലയിലും അതേ നിലപാട് തന്നെയായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും ആ നില തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് എല്ലാ നിലയിലുള്ള
പിന്തുണയും താൻ നിലമ്പൂരിൽ നൽകുമെന്ന് ഇന്നലെ അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് പറഞ്ഞ ആൾ കൂടിയായിരുന്നു PV അൻവർ. അപ്പോൾ ഒരു അയവ് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി മുൻപോട്ടുള്ള ചർച്ചകൾ അൻവറിന് ഗുണകരമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ LDFന്റെ തോൽവി വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നു. അത് കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളും അക്കാര്യത്തിൽ വരുന്നുണ്ട്. തോൽവി ഏത് നിലയിലാണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി ഒരു വിശദമായ പഠനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകും. എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി കേഡർ വോട്ടുകൾക്ക് പുറമെ കൂടുതൽ വോട്ടുകൾ ശേഖരിക്കാൻ LDFന് സാധിക്കാത്തതാണ് പ്രധാനമായും തോൽവിയിലേക്ക് നയിച്ചിട്ടുള്ളത്. കാരണം 65,000 മുതൽ 70,000 വരെ വരുന്ന കേഡർ വോട്ടുകൾ പാർട്ടിയുടെ വോട്ടുകൾ ഉണ്ട്. അതിൽ 66,000-ഓളം വോട്ടുകൾ മാത്രം, അല്ലെങ്കിൽ മൊത്തമായി 66,000 വോട്ടുകൾ. ശരി ബെൻസൺ എന്താണെങ്കിലും വ്യക്തമാക്കിയിരുന്നു. നിലമ്പൂരിലെ രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് സജീവമായി തന്നെ അത് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴും അതിങ്ങനെ നിലനിൽക്കുകയാണ്.